മമത തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി തൃണമൂൽ സർക്കാർ തന്നെയെന്ന തെല്ലും സംശയമില്ലാതെ ഉറപ്പിക്കാമായിരുന്നു. ഇത്തവണ കാര്യങ്ങൾ പക്ഷേ അങ്ങനെയല്ല. വാഴാനും വേണമെങ്കിൽ വീഴിക്കാനും BJP അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് മമതയെ പോലെ തന്നെ ജനപിന്തുണയുള്ള നേതാവായ മഹുവ മൊയ്ത്ര ആ മഹുവയെ പിണക്കുന്നത് ഈ അവസരത്തിൽ ശരിയല്ല എന്ന് കൂടി മമത ഓർക്കണം. അതാണ് തുടക്കത്തിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് മമത എന്ന് പറഞ്ഞതിലെ കാര്യം. TMCക്കുള്ളിലെ ആഭ്യന്തര കലഹം അത് മുതലെടുക്കുവാനുള്ള BJPയുടെ ശ്രമവും ചേർന്നാൽ മമത വീണുപോകും. കല്യാൺ ബാനർജിക്ക് വേണ്ടി മഹുവയെ തഴഞ്ഞാൽ തിരിച്ചടി കിട്ടും. മഹുവയും സഹ TMC MP ആയ കല്യാൺ ബാനർജിയും തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പാർട്ടി MP ആയ മഹുവ മൊയ്ത്രയ്ക്ക് കർശന മുന്നറിയിപ്പ് നൽകി. പിന്മാറിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നേരിടാൻ സാധ്യതയുണ്ട് എന്നതാണ് മൊയ്ത്രയ്ക്ക് നൽകിയ മുന്നറിയിപ്പ്. നമുക്കറിയാം, കേരളത്തിൽ അൻവറിന്റെ തൃണമൂൽ പ്രവേശനത്തിൽ കേരളത്തിൽ നേരിട്ടെത്തിയത് മഹുവയായിരുന്നു. ഇത്രയും പുരുഷ നേതാക്കന്മാരുണ്ടെങ്കിലും തൃണമൂലിന്റെ വനിതകളുടെ പവർ അത് മറ്റൊന്നു തന്നെയാണ്. മഹുവയ്ക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് മമത മഹുവയെ പിണക്കിയാൽ അത് തിരിച്ചടി ഉണ്ടാക്കും. മഹുവ മൊയ്ത്രയും കല്യാൺ ബാനർജിയും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവത്തെക്കുറിച്ചും TMC MP ആയ ഡെറക് ഒബ്രയൻ മമതാ ബാനർജിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഒരു വനിതാ രാജ്യസഭാ MP വഴി മമതയുടെ സന്ദേശം മഹുവയെ അറിയിച്ചത്. സന്ദേശത്തിൽ മഹുവയ്ക്ക് കർശന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം പെരുമാറ്റം തുടർന്നാൽ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ചെയ്യപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകി. മഹുവ മൊയ്ത്രയ്ക്കും കല്യാൺ ബാനർജിക്കും തമ്മിലുള്ള സംഘർഷം പല പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ലോക്സഭയിൽ കല്യാൺ ബാനർജി വേണ്ടത്ര സംസാരിക്കാനുള്ള സമയം അനുവദിക്കാത്തതിൽ മഹുവയ്ക്ക് അസ്വസ്ഥതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാർട്ടി MP-മാരുടെ എണ്ണം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. മിക്ക വിഷയങ്ങളിലും തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മഹുവയ്ക്ക് നിരവധി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതായും ഇത് നിരാശയിലേക്ക് നയിച്ചതായിട്ടും പറയപ്പെടുന്നു. കൂടാതെ കല്യാൺ ബാനർജിയുടെ ഉയർന്നുവരുന്ന പ്രൊഫൈൽ പാർട്ടിക്കുള്ളിലും മാധ്യമങ്ങളിലും മഹുവയിൽ അരക്ഷിതാവസ്ഥ തോന്നിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കല്യാൺ ബാനർജിക്കും മകൾക്കുമെതിരെ മഹുവ മോശം ഭാഷ ഉപയോഗിച്ചതായിട്ടും ആരോപണം ഉയർന്നതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ഒരു ഘട്ടത്തിൽ മഹുവ അദ്ദേഹത്തെ ചോട്ടോ ലോക്, അതായത് താഴ്ന്ന വ്യക്തി എന്നർത്ഥം വരുന്ന ഒരു അവഹേളന പദം വിളിച്ചിരുന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ വ്രണപ്പെടുത്തുകയും അവരുടെ ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് MP-മാർ തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ വീഡിയോകളും സ്ക്രീൻഷോട്ടുകളും BJP പുറത്തുവിട്ടത് വിവാദത്തിന് തിരികൊളുത്തി. കല്യാൺ ബാനർജിയും കീർത്തി ആസാദും തമ്മിലുള്ള വാട്സപ്പ് സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകളായിരുന്നു BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xൽ പങ്കിട്ടത്. ബാനർജിയും മൊയ്ത്രയും തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും മാളവ്യ പങ്കിട്ടിരുന്നു. ഏപ്രിൽ 4-ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് വെച്ചായിരുന്നു സംഘർഷമുണ്ടായതെന്നും മാളവ്യ പറഞ്ഞു. രണ്ട് TMC നേതാക്കളും ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പോയപ്പോഴായിരുന്നു സംഘർഷം ഉണ്ടായത്. സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായതിനാൽ MP-മാരിൽ ഒരാൾ പോലീസ് ഇടപെടൽ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. രാജ്യസഭാ MP ബാനർജിയും പാർട്ടി സഹപ്രവർത്തകർ മഹുവ മൊയ്ത്രയും തമ്മിൽ ECI ഓഫീസിന് പുറത്ത് അഭിപ്രായ വ്യത്യാസം പൊട്ടിപ്പുറപ്പെട്ടതായും ഇത് ചൂടേറിയ വാഗ്വാദങ്ങളിലേക്ക് നയിച്ചതായിട്ടും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും അറിയിച്ചു. ECI സന്ദർശിക്കാൻ നിശ്ചയിച്ചിരുന്ന പ്രതിനിധി സംഘത്തിലെ MP-മാരിൽ നിന്നും ഒപ്പുകൾ ശേഖരിക്കാൻ കല്യാൺ ബാനർജിയെ രാജ്യസഭ MP ഡെറക് ഒബ്രയാൻ ചുമതലപ്പെടുത്തിയതായിട്ടും അടുത്തുള്ളവർ പറഞ്ഞു. ആ ദിവസം സുപ്രീം കോടതിയിൽ അദ്ദേഹം നടത്തിയ പ്രതിബദ്ധത കാരണം ബാനർജി ആ ചുമതല തന്റെ സെക്രട്ടറിക്ക് നൽകിയിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു കൂടിക്കാഴ്ച നിശ്ചയിച്ചതെങ്കിലും പ്രതീക്ഷയിലും നേരത്തെ കോടതി കാര്യങ്ങൾ അവസാനിപ്പിച്ച് പ്രതിനിധി സംഘത്തോടൊപ്പം നേരിട്ട് ചേരാൻ ബാനർജി തീരുമാനിച്ചു. എന്നിരുന്നാലും അദ്ദേഹം ECI ഓഫീസിലെത്തിയ ഉടൻ തന്നെ സംഘർഷം രൂക്ഷമായ റിപ്പോർട്ടുകളുണ്ട്. എന്തുകൊണ്ടാണ് ഒപ്പ് ശേഖരിക്കാത്തതെന്ന് MP മഹുവ മൊയ്ത്ര ബാനർജിയെ ചോദ്യം ചെയ്തതായിട്ടും വൃത്തങ്ങൾ അവകാശപ്പെട്ടു. കമ്മീഷനെ കാണാൻ പോകുന്ന MP-മാരുടെ യഥാർത്ഥ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ബാനർജി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവിടെ വാക്കുതർക്കം ഉണ്ടാകുന്നതും ആ വീഡിയോ BJP പങ്കുവച്ച അവസരം മുതലെടുത്തതും.